നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടി വി മേഖലകളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ നടപടി സ്വീകരിക്കണമെന്ന് കേരള കേബിൾ ടി വി ഫെഡറേഷൻ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേരള സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ ധർണാ സമരം നടത്തി. കാട്ടാനകളോടൊപ്പം പുലികളും നാട്ടിലിറങ്ങിയതോടെ ജനങ്ങൾ ഭയാശങ്കയിൽ. മലമ്പുഴയിൽ കടകളിൽ പഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. കേരള കേബിൾ ടി വി ഫെഡറേഷൻ 6ാമത് സംസ്ഥാന കൺവെൻഷൻ നാളെ എറണാകുളം EMS ഹാളിൽ വെച്ച് നടക്കും. രാവിലെ 10-ന് TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്യും. KCF സംസ്ഥാന പ്രസിഡന്റ് R സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും. BSNL പ്രിൻസിപ്പൽ ജനറൽ മാനേജർ NK സുകുമാരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഫ്ലവേഴ്സ് ചാനൽ CEO ശ്രീകണ്ഠൻ നായർ ആദരിക്കൽ ചടങ്ങ് നിർവഹിക്കും. സാമൂഹ്യ സേവന രംഗത്തും സാന്ത്വന പരിചരണ മേഖലകളിലും സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ദീപുവിനെയാണ് ആദരിക്കുക. PR മുരളീധരൻ, TC സഞ്ജിത്ത്, അഡ്വക്കേറ്റ് KS ഷൈജു, E ജയദേവൻ, MK ഷാജി, അജിത് കോട്ടേരി എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തും. CV ഹംസ സ്വാഗതവും PA ഷാജി നന്ദിയും പറയും. മാധ്യമ ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതിനിധി സമ്മേളനം നടക്കും. സ്വന്തം തൊഴിൽ മേഖല സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെന്നും സംസ്ഥാന പ്രസിഡന്റ് R സുനിൽകുമാർ, ജനറൽ സെക്രട്ടറി CV ഹംസ, വൈസ് പ്രസിഡന്റ് MM നൌഫൽ എന്നിവർ ചൂണ്ടിക്കാട്ടി. പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ സംവിധാനങ്ങളും സഹായിക്കുന്നില്ല. KCB അടക്കമുള്ള സ്ഥാപനങ്ങളും ദ്രോഹപരമായ നിലപാടുകളാണ് കൈക്കൊള്ളുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. കേരള സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാനത്തിന് കൊടുക്കേണ്ട എല്ലാ വിഹിതവും വെട്ടിക്കുറച്ചപ്പോ അതിൽ നമ്മളും അകപ്പെട്ടുപോയി. നമുക്ക് കിട്ടേണ്ട ആ 300 രൂപ കേന്ദ്രത്തിന്റെ പെൻഷൻ ബാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് അത് ഇതുവരെ ബാക്കി വെക്കാതെ 1600 രൂപ തികച്ചു കൊടുത്തു. സിംഗിൾ വിമണായ സഹോദരിമാർക്കും കർഷക തൊഴിലാളിക്കും അതേപോലെ തന്നെ വാർദ്ധക്യം ബാധിച്ചവർക്കും ഒക്കെ ആ പെൻഷൻ കൊടുത്തിരുന്നു. ഇപ്പൊ നോക്കൂ, 4 മാസത്തെ പെൻഷൻ ബാക്കി വന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, പെൻഷൻ 4 മാസത്തെ കിട്ടാനുണ്ട്. എന്താ നാട്ടിലൊരു പ്രചരണം? ഇനി കേരളത്തിലെ സർക്കാർ പെൻഷൻ കൊടുക്കാനൊന്നും പണമില്ല, പെൻഷൻ കിട്ടുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തിരുത്തുക, കേന്ദ്ര കുടുംബ സഹായ പദ്ധതി പുനഃസ്ഥാപിക്കുക, കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, പെൻഷൻ വിഹിതം ഉടൻ അനുവദിക്കുക, കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ കേരള സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KS സലീഖ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുമംഗലി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KP വസന്ത സ്വാഗതം പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ഓമന, KSWWA ജില്ലാ കമ്മിറ്റി അംഗം K ശാന്തകുമാരി എന്നിവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. KSWWA പാലക്കാട് ഏരിയ സെക്രട്ടറി A ജാനകി നന്ദിയും പറഞ്ഞു. കാട്ടാന ശല്യത്തോടൊപ്പം പുലികളും നാട്ടിലേക്ക് ഇറങ്ങുന്നതിനാൽ നാട്ടുകാരുടെ സ്വൈര്യജീവിതം തകർന്നു. ആന കാരണം കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് കന്നുകാലികളെ വളർത്തി ഉപജീവനം കഴിച്ചുകൂട്ടാനും പറ്റാത്ത സ്ഥിതിയായി. മലമ്പുഴ മേട്ടുപ്പതിയിൽ പശുവിനെയും ധോണിയിൽ പശുക്കിടാവിനെയും ഞായറാഴ്ചയാണ് പുലി കടിച്ചു കൊന്നത്. ഒരാഴ്ചക്കിടെ 4 പശുക്കളെ പുലി കൊന്നു തിന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയാകുന്ന വളർത്തുമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആടുമാടുകൾ വളർത്തുന്നവരുടെ എണ്ണം 3 വർഷത്തിനിടെ ജില്ലയിൽ കുറഞ്ഞു. 2022 ആനക്കല്ലിൽ കുന്നുംപുറത്ത് മണികണ്ഠന്റെ 3 ആടുകളെയാണ് പുലി പിടിച്ചത്. അതേ വർഷം ജില്ലയിൽ വിവിധയിടങ്ങളിലായി 24 പുലി ആക്രമണങ്ങൾ ഉണ്ടായി. 2023 നാസിമുക്ക് പൂവാന്തോൾ കോളനിയിലെ കൃഷ്ണമൂർത്തിയുടെ ആടുകളെയും പുലി പിടിച്ചു. അതേ വർഷത്തിൽ 10 പുലി ആക്രമണമാണ് ഉണ്ടായത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് നെല്ലിയാമ്പതി പുളിയമ്പാറയ്ക്ക് സമീപം KSCB സ്റ്റേഷൻ പരിസരത്ത് നാട്ടുകാരും KSCB അധികൃതരും വിനോദസഞ്ചാരികളും പുലിയെ കണ്ടിരുന്നു. പറമ്പിക്കുളം സംരക്ഷിത വനമേഖലയുടെ കീഴിലുള്ള അതിർത്തി പ്രദേശത്തു നിന്ന് ഇവിടേക്ക് പുലി എത്തുന്നുണ്ടെന്നാണ് നിഗമനം. അയിലൂരിൽ നിന്ന് ആടിനെയും പട്ടിയെയും മാസങ്ങൾക്ക് മുൻപ് പുലി പിടികൂടിയിരുന്നു. നെന്മേനി തെക്കേതിൽ ചിറയിലും പുലി എത്തിയിരുന്നു. തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്കു സമീപവും എത്താറുണ്ട്. 2022 ജനുവരിയിൽ അകത്തേത്തറ ഉമ്മിണി പപ്പാടിയിൽ പുലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരുന്നു. ജനവാസ മേഖലയിൽ പുലിയുടെ കാൽപ്പാടുകൾ കാണുന്നതും നാട്ടുകാരിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നു. തെക്കേ മലമ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കാൽപ്പാടുകൾ കണ്ടിരുന്നു. ഇതിന്റെ പരിസരത്ത് തെരുവുനായയുടെ ജഡത്തിന്റെ അവശിഷ്ടവും കണ്ടെത്തി.
വളർത്തുനായ്ക്കളെ കാണാതാകുന്നതും പതിവായി. മണ്ണാർക്കാട്, തിരുവിഴാംകുന്ന്, മൈലാമ്പാടം, തെങ്കര, ആനമൂളി, അട്ടപ്പാടിയിലെ ഷോളയൂർ, അഗളി, പുതൂർ, കിഴക്കഞ്ചേരി, മംഗലം ഡാം എന്നിവിടങ്ങളിലെല്ലാം പുലിശല്യമുണ്ട്. ഇരുട്ടായാൽ പുറത്തേക്കിറങ്ങാൻ പോലും ഭയപ്പെടുകയാണ്. ധോണി, മൂലപ്പാടം, മലമ്പുഴ, അയ്യപ്പൻപൊറ്റ എന്നിവിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. പുലിയുടെ ആക്രമണത്തിൽ മലമ്പുഴ മേട്ടുപ്പതിയിൽ പശുവും ധോണിയിൽ പശുക്കിടാവിനെയുമാണ് കൊന്നത്. ഞായറാഴ്ച രാവിലെ 6:30 ധോണി മൂലമ്പാടം ചേട്ടിൽപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഷംസുദ്ദീന്റെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ പുലി കടിച്ചു കൊല്ലുകയായിരുന്നു. രാവിലെ പാൽ കറന്നെടുത്ത ശേഷം പശുക്കുട്ടിയെ വീട്ടുമുറ്റത്ത് കെട്ടിയിട്ട് പാൽ വിൽപ്പന നടത്തി തിരിച്ചെത്തി വന്നപ്പോൾ പശുക്കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് സമീപത്തെ തോട്ടിൽ പകുതി ഭക്ഷിച്ച് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ വളർത്തുനായയെയും 2 മാസം മുൻപ് പുലി കടിച്ചു കൊന്നിരുന്നു. വിവരമറിഞ്ഞ് CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ്, കർഷക സംഘം ഏരിയ പ്രസിഡന്റ് വിനോയ് ചാക്കോ എന്നിവർ സംഭവസ്ഥലത്തെത്തി ഉടമയായും വനപാലകരുമായും സംസാരിച്ചു. മലമ്പുഴ മേട്ടുപ്പതിയിൽ ശനിയാഴ്ചയാണ് പശുവിനെ കൊന്നത്. മേട്ടുപ്പതിയിലെ ദേവിയുടേതാണ് പശു. മലമ്പുഴ മേട്ടുപ്പതിയിലെ PA ഗോകുൽദാസ്, വിനോയ് ചാക്കോ, KK പ്രമോദ്, സക്കീർ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ട മേട്ടുപ്പതിയിലെ ദേവി, പ്രദീപ്, കാർത്തിക, ഷൺമുഖൻ എന്നിവരുടെ വീട്ടിലെത്തി അവരുമായി സംസാരിച്ചു. DFO ജോസഫ് തോമസിനെയും റേഞ്ചർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും വിളിച്ചുവരുത്തി ചർച്ച നടത്തി. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡ് 10ഓളം കടകളിലും വീടുകളിലും പരിശോധന നടത്തി. പരിശോധനയിൽ അഴുക്കുവെള്ളം വഴിയരികിലേക്ക് ഒഴുക്കുവിടുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് 23,000 രൂപ പിഴ ചുമത്തുകയും വൃത്തിഹീനമായ അടുക്കളയും പരിസരവുമുള്ള ഒരു ഹോട്ടൽ താൽക്കാലികമായി അടപ്പിക്കുകയും ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്, ക്ലാർക്ക് വിനോദ് പോൾ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ഷാൾ ഗ്രൈൻഡറിൽ കുടുങ്ങിയ വീട്ടമ്മ മരിച്ചു. തേങ്ങ ചിരകുന്നതിനിടെ കഴുത്തിലെ ഷാൾ ഗ്രൈൻഡറിൽ കുടുങ്ങി ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പാലപ്പുറം മീറ്റ്ന SRK നഗർ വിജയമന്ദിരത്തിലെ വിജയരാഘവന്റെ ഭാര്യ രജിതയാണ് മരിച്ചത്. മീറ്റ്ന സെന്ററിൽ വിജയരാഘവന്റെ ചായക്കടയിൽ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. വിജയരാഘവൻ പുറത്ത് പാത്രം കഴുകുന്നതിനിടെ ഭാര്യയെ അന്വേഷിച്ച് അകത്തു വന്നപ്പോഴാണ് അവശനിലയിൽ കിടക്കുന്ന രജിതയെ കണ്ടെത്തിയത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. പോത്തുണ്ടി ഉദ്യാനത്തിലേക്ക് സ്നേഹസാന്ത്വന യാത്ര നടത്തി. കൊടുവായൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കീഴിലെ സെക്കൻഡറി പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ പോത്തുണ്ടി ഉദ്യാനത്തിലേക്ക് സ്നേഹസാന്ത്വന യാത്ര നടത്തി. ബ്ലോക്ക് പരിധിയിലെ കൊടുവായൂർ, കൊല്ലങ്കോട്, പുതുനഗരം, വടവന്നൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കിടപ്പുരോഗികളും ബന്ധുക്കളും ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ 100ഓളം പേർ യാത്രയുടെ ഭാഗമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ചിന്നക്കുട്ടൻ യാത്ര ഉദ്ഘാടനം ചെയ്തു. സൂപ്രണ്ട് ഡോക്ടർ സുരേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ രവീന്ദ്രൻ, പാലിയേറ്റീവ് നഴ്സ് രജിത തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച മണ്ണാന്തറ റോഡ് അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA നാടിന് സമർപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളുടെ പ്രത്യേക ആവശ്യം പരിഗണിച്ചാണ് ഇത്ര പെട്ടെന്ന് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശാന്തകുമാരി അവர்களാണ്. ഉദ്ഘാടനം ചെയ്ത MLA ജില്ലാ പഞ്ചായത്ത് അംഗം A. പ്രശാന്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ശശിധരൻ എന്നിവർ പങ്കെടുത്തു. ഉടൻ ഈ റൂട്ടിൽ KSRTC ബസ് സർവീസ് നടത്തും. NHRACF മലപ്പുറം പാലക്കാട് ജില്ലാ റീജിയണൽ സമ്മേളനം
പാലക്കാട് SS സ്കൂൾ നഴ്സിംഗ് ഹാളിൽ സംഘടിപ്പിച്ചു. NHRACF പാലക്കാട് മലപ്പുറം ജില്ലകളുടെ റീജിയണൽ സമ്മേളനം സംഘടിപ്പിച്ച പരിപാടിയിൽ റീജിയണൽ കോർഡിനേറ്റർ GK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ നാഷണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ K വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പ്രസിഡന്റ് വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. പാലക്കാട് ജില്ലാ സെക്രട്ടറി ശിവദാസ്, നാഷണൽ സെക്രട്ടേറിയറ്റ് പ്രമോദ് മാസ്റ്റർ, സ്റ്റേറ്റ് കോർഡിനേറ്റർ ദീപാറാണി, റീജിയണൽ കോർഡിനേറ്റർ നാഷണൽ വൈസ് പ്രസിഡന്റ് ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ മെമ്പർമാരും ദേശീയ സംസ്ഥാന ഭാരവാഹികളും പങ്കെടുത്തു. ക്യാൻസർ രോഗികൾക്കായി മുടിമുറിച്ചു നൽകി 14 വയസ്സുകാരി ശില്പ മാത്യു. പാലക്കയം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശില്പ മാത്യു. പഠനത്തിൽ മിടുക്കിയായ ശില്പ മാത്യുവിന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ക്യാൻസർ രോഗികൾക്കായി തന്റെ മുടി നൽകണമെന്നത്. പാഥേയം കോർഡിനേറ്റർ സതീഷ് മണ്ണാർക്കാട് ശില്പയുടെ മുടി ഏറ്റുവാങ്ങി കെൻസ് ഹെയർ ബാങ്കിനെ കൈമാറി. തൃശൂർ അമല ആശുപത്രിയിലേക്കാണ് സംഘടന മുടി സംഭാവന ചെയ്യുന്നത്. പാലക്കയം സ്വദേശികളായ മാടമല വീട്ടിൽ മാത്യു ശാലിനി ദമ്പതികളുടെ മകളാണ് ശില്പ മാത്യു. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുറയുമോ കുറയുമോ കുറയോ കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. KSRTC റൂട്ട് റാഷണലൈസേഷൻ പദ്ധതി 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കും. KSRTC തിരുവനന്തപുരം ജില്ലയിൽ നടപ്പിലാക്കിയ റൂട്ട് റാഷണലൈസേഷൻ പദ്ധതി 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കും. യാത്രക്കാർ കുറവുള്ള സർവീസുകൾ ഒഴിവാക്കി തിരക്കേറിയ സമയത്ത് കൂടുതൽ സർവീസുകൾ നടത്തുന്നതാണ് റൂട്ട് റാഷണലൈസേഷൻ. ഇതോടൊപ്പം കട്ടപ്പുറത്തുള്ള ബസ്സുകൾ കൂടി നിരത്തിലിറക്കും. റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കിയതോടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം 3,29,831 രൂപ ഡീസൽ ഇനത്തിൽ ലഭിക്കുവാൻ കഴിയുന്നുവെന്നാണ് കണക്കുകൾ. എല്ലാ ജില്ലകളിലും ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം 40 മുതൽ 50 ലക്ഷം വരെ ഡീസൽ ലാഭിക്കാൻ കഴിയുമെന്ന് കണക്കാക്കുന്നുണ്ട്. കൊല്ലത്താണ് അടുത്തത് നടപ്പിലാക്കുക. ഗതാഗത വകുപ്പ് മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷം തിരുവനന്തപുരം സെൻട്രൽ, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ എന്നീ 5 ക്ലസ്റ്ററുകളിലായുള്ള 20 യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർമാരെയും KSRTC മാനേജിംഗ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഓപ്പറേഷൻസ് എന്നിവരുമായും നടത്തിയ യോഗങ്ങളിലാണ് റൂട്ട് റാഷണലൈസേഷൻ നിർദ്ദേശം അവതരിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. 20 ഡിപ്പോകളിൽ റൂട്ട് റാഷണലൈസേഷന്റെ ഭാഗമായി ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി ഷെഡ്യൂൾ റീ അറേഞ്ച് ചെയ്ത് നേടാനായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടമാണ്. ഒരു ദിവസത്തെ ലാഭം 2,85,837 രൂപ 43 പൈസ എന്നത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലുള്ള ലാഭം മാത്രമാണ്. 10,998.4 കിലോമീറ്റർ ആണ് തിരുവനന്തപുരത്ത് മാത്രം ഡെഡ് കിലോമീറ്ററായി പരിശോധനയിൽ കണ്ടെത്തിയത്. ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കുന്നതിലൂടെ 2,903.5 ലിറ്റർ ഡീസൽ ജില്ലയിൽ മാത്രം KSRTCക്ക് ലാഭിക്കാൻ കഴിഞ്ഞു. 836 വണ്ടികൾ ഷെഡിൽ കിടക്കുകയാണ്. അതിൽ 80 വണ്ടി ഉടനെ തന്നെ പണിയെല്ലാം തീർത്ത് ഇറക്കും. 836 വണ്ടികളും സർവീസ് തുടങ്ങുന്നതോടെ കളക്ഷനും വർദ്ധിക്കും. റോഡിൽ നിന്ന് കെട്ടിട ദൂരപരിധി 2 മീറ്ററാക്കി ക്രമവൽക്കരിച്ചു. പാലക്കാട് റോഡ് അതിർത്തിയിൽ നിന്നുള്ള കെട്ടിടങ്ങളുടെ ദൂരപരിധി 3 മീറ്ററിൽ നിന്ന് 2 മീറ്ററാക്കി കെട്ടിട ചട്ടങ്ങളിൽ ഭേദഗതി. പഞ്ചായത്ത് പ്രദേശത്ത് 2019 നവംബർ 7 അതിനു മുമ്പോ നിർമ്മാണം നടന്നതോ പൂർത്തീകരിച്ചതോ ആയ അനധികൃത നിർമ്മാണങ്ങൾക്ക് ചട്ടം ബാധകമാണ്. അപായ ബാധ്യത കുറഞ്ഞ കെട്ടിടങ്ങളുടെ റോഡ് അതിർത്തിയും കെട്ടിടവും തമ്മിൽ കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിച്ചാൽ മതിയെന്ന് ഫെബ്രുവരി 9 വിജ്ഞാപനം ചെയ്ത കേരള പഞ്ചായത്ത് കെട്ടിടച്ചട്ടം അനധികൃത നിർമ്മാണ വത്കരണം വ്യക്തമാക്കുന്നു. 1994 കേരള പഞ്ചായത്തി രാജ് നിയമം 220B പ്രകാരം നേരത്തെ റോഡ് അതിൽ നിന്ന് 3 മീറ്ററിനുള്ളിൽ കെട്ടിടമോ ചുറ്റുമതിലോ നിർമ്മാണമോ നടത്താൻ പാടില്ലെന്ന വ്യവസ്ഥ ഇതോടെ മാറി. ഇളവ് പഞ്ചായത്തി രാജ് നിയമത്തിൽ ഭേദഗതി വരുത്താതെ ചട്ടമായി ഇറക്കിയത്
നിയമവിരുദ്ധമാണെന്ന് ആക്ഷേപവുമുണ്ട്. ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ നിയമ ഭേദഗതി വരുത്താത്തതിനാൽ ഇളവുകൾക്ക് സാധുത ഉണ്ടാവില്ലെന്നാണ് ആശങ്ക. വന്യജീവി ആക്രമണം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. ജില്ലയിലെ വന്യജീവി ആക്രമണവും പ്രതിരോധവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ DFOമാരെ ഉൾപ്പെടുത്തി അടിയന്തര യോഗം ചേർന്നു. കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി പശുവിനെ കടിച്ചുകൊന്ന മലമ്പുഴ അയ്യപ്പൻപറ്റയിൽ തിങ്കളാഴ്ച വൈകിട്ടോടെ കൂട് സ്ഥാപിക്കുന്നതിന് മന്ത്രി പാലക്കാട് DFOക്ക് നിർദ്ദേശം നൽകി. ഇതിനായി വാളയാർ റേഞ്ചിൽ നിന്ന് കൂടെത്തിക്കാനുള്ള നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടെ ആരംഭിച്ചു. പുലിയിറങ്ങി അകത്തേത്തറ ധോണിയിൽ നേരത്തെ തന്നെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പുലിയെ തിരിച്ചറിഞ്ഞാൽ ഉടൻ തുടർ നടപടികളിലേക്ക് നീങ്ങും. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി വേഗത്തിൽ ലഭിക്കുന്നതിന് സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. മയക്കുപടി വയ്ക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളുണ്ടെന്ന് DFOമാർ ഉറപ്പാക്കണം. മയക്കുന്നതിന് ആവശ്യമായ മരുന്നും വെറ്റിനറി സർജന്റെ സേവനവും ഉറപ്പാക്കണം. റാപ്പിഡ് റെസ്ക്യൂ ടീമിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാക്കണം. ആവശ്യമെങ്കിൽ റബ്ബർ ബുള്ളറ്റുകൾ ലഭ്യമാക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ജില്ലാ പോലീസ് മേധാവി ഉറപ്പു നൽകി. ഉപേക്ഷിക്കപ്പെട്ട റബ്ബർ തേയില എസ്റ്റേറ്റുകളിൽ അടിക്കാട് വെട്ടിത്തെളിക്കുന്നതിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ഉപയോഗിക്കുന്നതിന് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര നിർദ്ദേശിച്ചു. വന്യജീവികൾക്ക് കാടിനുള്ളിൽ ജലലഭ്യത ഉറപ്പാക്കാൻ നടപടി വേണം. വനാതിർത്തിയിൽ മാംസാവശിഷ്ടങ്ങളും മാലിന്യവും തള്ളുന്നത് തടയാൻ പഞ്ചായത്തുമായി സഹകരിച്ച് സംയുക്ത പരിശോധന നടത്തണം. സാധ്യമായ ഇടങ്ങളിൽ ക്യാമറ സ്ഥാപിക്കണം. മലമ്പുഴ ഡാം റിസർവോയറിൽ പൊതുജനം ഇറങ്ങുന്നത് തടയാൻ വേലിയും ക്യാമറകളും സ്ഥാപിക്കണമെന്ന് A. പ്രഭാകരൻ MLA നിർദ്ദേശിച്ചു. സംസ്ഥാന തലത്തിൽ വന്യജീവികളുടെ എണ്ണം സംബന്ധിച്ച് സർവേ നടത്തുന്നതിന്റെ സാധ്യത അന്വേഷിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. മനുഷ്യജീവിതം അപകടത്തിലാവാതിരിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് C. ബിജു, പാലക്കാട് DFO ജോസഫ് തോമസ്, മണ്ണാർക്കാട് DFO C. അബ്ദുൽ ലത്തീഫ്, നെന്മാറ DFO P. പ്രവീൺ, മലമ്പുഴ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ G. മോഹൻ. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴയിൽ റബ്ബർ തോട്ടത്തിൽ വൻ തീപിടുത്തം. കരിമ്പുഴ കോട്ടപ്പുറം കരിമ്പന വരമ്പത്തു നിന്നും കരിമ്പുഴ തീരദേശ റോഡിലേക്ക് പോകുന്ന വഴിയിലുള്ള റബ്ബർ തോട്ടത്തിലാണ് തീപിടുത്തമുണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 3:30 കൂടിയാണ് തീപിടിച്ചത്. ഉടൻ തന്നെ പ്രദേശവാസികൾ മണ്ണാർക്കാട് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. ഇനി അല്പം ആരോഗ്യം. കൊളസ്ട്രോളും പ്രമേഹവും ഇന്ന് മിക്കവരിലും കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളാണ്. ഭക്ഷണകാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവ രണ്ടിനെയും നമുക്ക് നിയന്ത്രിക്കാം. അത്തരത്തിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രമേഹം കുറയ്ക്കാനും സഹായിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്. വെളുത്തുള്ളിയാണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അലിസിൻ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും സഹായിക്കും. ഉലുവയാണ് രണ്ടാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഫൈബർ ധാരാളം അടങ്ങിയ ഉലുവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കും. കറുവപ്പട്ടയാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. നിരവധി ഔഷധ ഗുണങ്ങളുള്ള സുഗന്ധ വ്യഞ്ജനമാണ് കറുവപ്പട്ട. ഫൈബറും ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് കറുവപ്പട്ട. അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിലനിർത്താനും കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അവ സഹായിക്കും. മഞ്ഞളാണ് നാലാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. കുർക്കുമിൻ എന്ന രാസവസ്തുവാണ് മഞ്ഞളിനെ അതിന്റെ നിറം നൽകുന്നത്. ഇത് പല രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഇത് സഹായിക്കും.
ഇഞ്ചിയാണ് അവസാനമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ജിഞ്ചറോൾ, ഷോഹോൾസ് എന്നറിയപ്പെടുന്ന സംയുക്തങ്ങൾ ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ പ്രമേഹത്തെയും കൊളസ്ട്രോളിനെയും നിയന്ത്രിക്കുകയും ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV മേഖലകളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ നടപടി സ്വീകരിക്കണമെന്ന് കേരള കേബിൾ TV ഫെഡറേഷൻ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേരള സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ ധർണ സമരം നടത്തി. കാട്ടാനകളോടൊപ്പം പുലികളും നാട്ടിലിറങ്ങിയതോടെ ജനങ്ങൾ ഭയാശങ്കയിൽ. മലമ്പുഴയിൽ കടകളിൽ പഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.